Dear students, today we discuss about the non-inverting amplifier. In this case, you can see the diagram of a non-inverting amplifier in which we have applied the signal to the non-inverting input, and one of the terminal of the signal is grounded. Then to the negative terminal, it should be always negative feedback. So we are giving the feedback circuit to the negative terminal. That is, from the output we have connected RF back to the inverting terminal. Then Ri is the input resistance connected to the inverting terminal, which is also grounded. Then plus V is there, minus V is there. Then output is taken from this terminal. So in this case, because the signal is applied at the non-inverting terminal, it is known as a non-inverting amplifier. Here also feedback resistors RF and Ri form a voltage divider at the inverting input, and this produces a negative feedback in the circuit. So negative feedback produce ചെയ്യാൻ വേണ്ടിയിട്ട്, so that by introducing negative feedback we can reduce the gain of the amplifier. Otherwise the op-amp will go into saturation. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഗെയിന് വളരെ കൂടുതലാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒരുപാട് ഹൈ ആയിരിക്കും. ഒരുപാട് ഹൈ ആവുന്നതിനെ ലിമിറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഇപ്പോൾ കണ്ടതാണ്. സാച്ചുറേഷൻ ലിമിറ്റ് വെച്ചിട്ട് അത് ലിമിറ്റ് ചെയ്യും. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഇൻപുട്ടിൻ്റെ ഒരു ആംപ്ലിഫൈഡ് ഫോം ആയിരിക്കില്ല. Then since the input signal is applied to the non-inverting input, and output signal will be in phase with the input signal. അപ്പോൾ ഇവിടെ നമ്മൾ സിഗ്നൽ കൊടുക്കുന്നത് എങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി എൻ ആംപ്ലിഫൈഡ് ഫോം ഓഫ് ദാറ്റ് ഇൻപുട്ട് സിഗ്നൽ. ഇവിടെ ഈ ഒരു കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓപ്പാമ്പ് ഒരിക്കലും അതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് സാച്ചുറേഷൻ, ഔട്ട്പുട്ട് വോൾട്ടേജ് സാച്ചുറേഷനിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു ഇൻപുട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യരുത്. Then since the input impedance of op-amp is very high, all the currents flows through RF also flows through Ri. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കേസ് തന്നെയാണ്. There is no current flow between the terminals, non-inverting and inverting terminals. ആ രണ്ട് ടെർമിനൽസിൻ്റെ ഇടയ്ക്ക് കറണ്ട് ഫ്ലോ ഒന്നും പോസിബിൾ അല്ല. നേരത്തെ നമ്മൾ കേസിൽ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ പറഞ്ഞ കേസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ടെർമിനലിൻ്റെ ഇടയ്ക്ക് ദർ ഇസ് നോ കറണ്ട് ഫ്ലോ. സോ വാട്ട് എവർ കറണ്ട് റീച്ചസ് ഹിയർ, ദാറ്റ് കംപ്ലീറ്റ് കറണ്ട് വിൽ ഫ്ലോ ത്രൂ RF. നോ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദിയർ, നോ വോൾട്ടേജ് കറണ്ട് ഡിവിഷൻ അക്രോസ് ദീസ് ജംഗ്ഷൻ. ഈ പോയിന്റ് വെച്ചിട്ട് ഒരു ജംഗ്ഷനിൽ വന്നാൽ നമുക്കറിയാം കറണ്ട് ഡിവൈഡ് ചെയ്ത് പോകും. പക്ഷേ ഈ ഒരു കേസിൽ കറണ്ട് ഡിവിഷൻ നടക്കുന്നില്ല. അപ്പോൾ RIയിലൂടെയുള്ള കറണ്ട് നമ്മൾ II എന്ന് എടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് RFിലൂടെയുള്ള കറണ്ട് IF ആണെങ്കിൽ ദെൻ II വിൽ ബി ഈക്വൽ ടു IF എന്ന് പറയുന്ന ഒരു കേസാണ് ഇവിടെ നമുക്ക് എടുക്കാനുള്ളത്. ഇനി ഈ കേസിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് രണ്ട് കേസിലും അതിൻ്റെ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. വാട്ട് ഈസ് II ആൻഡ് വാട്ട് ഈസ് IF. നൗ വി ക്യാൻ സീ വാട്ട് ഈസ് എ വോൾട്ടേജ് അക്രോസ് RI. ഇപ്പം ഡയഗ്രം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ RI എന്ന് പറയുന്നത് ഇവിടെ വരുന്നുണ്ട്. ദെൻ RF ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന വോൾട്ടേജ്, ഈ ഒരു വോൾട്ടേജ് V in എന്ന് പറയുന്ന വോൾട്ടേജ്, പ്ലസ് ടെർമിനലിൽ V in എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഉണ്ട്, V in എന്ന് പറയുന്ന വോൾട്ടേജ് ഉണ്ട്. അതുപോലെ മൈനസ് ടെർമിനലിൽ നമ്മൾ അത് RI കൂടെ ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളത്. സോ വോൾട്ടേജ് അക്രോസ് RI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ടെർമിനലും പോസിറ്റീവ് ടെർമിനലും കോമൺ ആണ്, ബിക്കോസ് ഓഫ് ദി വെർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ്. സോ നെഗറ്റീവ് ടെർമിനലിലുള്ള വോൾട്ടേജും V in തന്നെയാണ്. വാട്ട് ഇസ് ദ വോൾട്ടേജ് അറ്റ് ദ പ്ലസ് ടെർമിനൽ, ദാറ്റ് വിൽ ബി ദ വോൾട്ടേജ് അറ്റ് ദ മൈനസ് ടെർമിനൽ. സോ ഇവിടുത്തെ വോൾട്ടേജ് അക്രോസ് RI എന്ന് പറയുന്നത്, RIൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻഡിൽ V ഇന്നും വരുന്നുണ്ട്, മറ്റേ എൻഡിൽ അത് ഗ്രൗണ്ട് ചെയ്തുകൊണ്ട് അത് 0 ആയിട്ടുണ്ട്. സോ ഈ കേസിൽ വോൾട്ടേജ് അക്രോസ് RI വിൽ ബി ഈക്വൽ ടു V in മൈനസ് 0. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു V in എന്ന് പറയാൻ പറ്റും. അതുപോലെ വോൾട്ടേജ് അക്രോസ് RF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, RFിൻ്റെ അക്രോസ് വരുന്നത് ഒരു എൻഡിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്, ഈ എൻഡിൽ പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു V എന്ന് പറയുന്ന വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ RFിൻ്റെ അക്രോസ് വരുന്ന രണ്ട് വോൾട്ടേജുകൾ V out മൈനസ് V in ആണ്. സോ നമുക്ക് രണ്ട് കേസിലും കറണ്ട് രണ്ടും ഈക്വൽ ആണെന്ന് അറിയാം. II ഈസ് ഈക്വൽ ടു IF ആണ്. സോ V in മൈനസ് 0 ഡിവൈഡഡ് ബൈ RI, ദാറ്റ് ഈസ് ഈക്വൽ ടു II. And this V out minus V in divided by RF is equal to IF. So that two currents are equal. So the expression becomes V in minus 0 divided by RI is equal to V out minus V in divided by RF. So from this നമുക്കതിനെ suppose we cross multiply this, we will get V in into RF is equal to RI into V out minus V in.
സോ നമ്മൾ വിന് വരുന്ന ടേംസ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ വി ഇൻ ഇൻറ്റു ആർ എഫ് പ്ലസ് ആർ ഐ ഇസ് ഈക്വൽ ടു വി ഔട്ട് ഇൻറ്റു ആർ ഐ. സോ വി ഔട്ട് ഡിവൈഡഡ് ബൈ വി ഇൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എഫ് പ്ലസ് ആർ ഐ ഡിവൈഡഡ് ബൈ ആർ ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ആർ എഫ് ബൈ ആർ ഐ. ദാറ്റ് ഈസ് ആർ എഫ് ബൈ ആർ ഐയിൽ ഈ ആർ ഐ നമുക്ക് 1 ആയിട്ട് എഴുതാൻ പറ്റും. സോ ദിസ് ഇസ് എൻ ഇക്വേഷൻ ഫോർ ദി വോൾട്ടേജ് ഗെയിൻ. വി ഔട്ട് ബൈ വി ഇൻ ഈസ് നത്തിങ് ബട്ട് ദ voltage gain. Closed loop voltage gain in the case of a non-inverting amplifier is 1 plus RF by RI. That in the case of inverting amplifier it was RF divided by RI only. Here it is 1 plus RF by RI. Next ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യുന്നത്. For the non-inverting amplifier shown below, find the output voltage if the output voltage of 1 വോൾട്ട് മൈനസ് 1 വോൾട്ട് ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ കേസിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളെ പ്രോബ്ലം. സോ ഈ കേസിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ക്ലോസ്ഡ് ലൂപ്പ് വോൾട്ടേജ് ഗെയിന് ഇവിടെ നിങ്ങൾക്കറിയാം. ഇവിടെ ഇത് ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ ഇപ്പോൾ ഇവിടുത്തെ കേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ എഫ് ആണ് 10K. ആർ എഫ് ഇസ് ഈക്വൽ ടു 10K. സോ ദിസ് ഈസ് ആർ ഐ ഇസ് ഈക്വൽ ടു 1K ആണ്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് പ്ലസ് ടെർമിനലാണ്. സോ ഇറ്റ് ഈസ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. സോ ദ എക്സ്പ്രഷൻ ഫോർ ഗെയിൻ ഈസ് 1 പ്ലസ് ആർ എഫ് ഡിവൈഡഡ് ബൈ ആർ ഐ. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ gain will be equal to 1 plus 10 by 11 that is equal to 10 by 1 that is equal to 11. So closed loop voltage gain will be equal to 11. If the input voltage is V in 1 volt, then output voltage is equal to AV. We know it is V out divided by V in. So V out is equal to AV into V in. So in the first case it is 11 volt, and in the second case V in is equal to minus 11 minus 1 volt. V out is equal to minus 11 volt. So this also you have to do in your practical class. Now ഈ ഒരു ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് സമ്മിങ് ആംപ്ലിഫയേഴ്സ് ആണ്. സമ്മിങ് ആംപ്ലിഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോസ് നമുക്ക് ഡിഫറെൻറ്റ് വോൾട്ടേജസ് ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വോൾട്ടേജസിനെ ഒരു സ്കെയിൽ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ആഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടേണ്ട ഒരു കേസ് വന്നാൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വേർ വി ഹാവ് ടു പെർഫോം ദി സമ്മിങ് ഓഫ് ഡിഫറെൻറ്റ് നമ്പേഴ്സ്, ആ ഒരു കേസിൽ നമുക്ക് ഈ ഒരു സമ്മിങ് ആംപ്ലിഫയർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ ഡയഗ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. നമ്മൾ നേരത്തെ കേസിലാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇതൊരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ഈ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ നമ്മൾ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് എ സിംഗിൾ റെസിസ്റ്റൻസ് ആൻഡ് എ സിംഗിൾ വോൾട്ടേജ് അപ്ലൈ, നമ്മളിവിടെ ഡിഫറെൻറ്റ് റെസിസ്റ്റേഴ്സ് കൂടെ R1 R2 R3 എന്ന് പറയുന്ന റെസിസ്റ്റേഴ്സ് കൂടെ ഡിഫറെൻറ്റ് വോൾട്ടേജ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കേസിൽ വരുന്ന വോൾട്ടേജും അതിന് ഔട്ട്പുട്ട് ആംപ്ലിഫൈ ചെയ്യും. അപ്പം ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓരോ ഔട്ട്പുട്ട് ആംപ്ലിഫൈ ചെയ്തതിൻ്റെയും റിസൾട്ടൻ്റ് ആയിരിക്കും. അപ്പം ഇവിടെ ഫസ്റ്റ് കേസ് നമുക്ക് ഈ രണ്ട് കേസും ഇല്ലെങ്കിൽ നമുക്കറിയാം ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും. സപ്പോസ് ഗെയിൻ AV ആണെങ്കിൽ ഇറ്റ് വിൽ ബി വി ഔട്ട് ഡിവൈഡഡ് ബൈ V1 ആയിരിക്കും, AV1 എന്ന് പറയുന്നത്. സപ്പോസ് അടുത്ത V2 കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഗെയിൻ എന്തായിട്ടുണ്ടാവും, അതിൻ്റെ ടോട്ടൽ വോൾട്ടേജിൽ അത് മാറ്റം വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ രണ്ട് കേസും ഒഴിവാക്കി നമ്മൾ V2 മാത്രം എടുത്തു കഴിഞ്ഞാൽ V2 ആൾസോ വിൽ ബി ഗെറ്റിംഗ് ആംപ്ലിഫൈഡ് ആൻഡ് V3 ആൾസോ വിൽ ബി ഗെറ്റിംഗ് ആംപ്ലിഫൈഡ് ആൻഡ് ദ ഔട്ട്പുട്ട് ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ദ സം ഓഫ് ഓൾ ദീസ് വോൾട്ടേജസ്. സപ്പോസ് നമ്മളിവിടെ R1 എന്നുള്ള ഫാക്ടർ അതിൻ്റെ ആ റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് സംടൈംസ് ഇപ്പോൾ സപ്പോസ് RFും R1 ഈക്വൽ ആണെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് തന്നെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടും. ബിക്കോസ് ദ റേഷ്യോ RF ബൈ R1 ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ, റേഷ്യോ RF ബൈ R1 1 ആണെങ്കിൽ നമുക്ക് ഗെയിൻ 1 ആണ്. ഗെയിൻ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജും ഇൻപുട്ട് വോൾട്ടേജും എന്തായിരിക്കും, ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഓരോ വോൾട്ടേജും ഇവിടെ ഔട്ട്പുട്ടിൽ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് കിട്ടും. ഇനി അതിന് പകരം നമ്മൾ സപ്പോസ് RF ബൈ R1 എന്നുള്ള വാല്യൂ ഒരു സപ്പോസ് നമ്മളൊരു 10 ടൈംസ് വെച്ചിട്ടുണ്ടെങ്കിൽ V1 എന്ന് പറയുന്ന വോൾട്ടേജ് 10 ടൈംസ് ഇൻക്രീസ് ആയിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ടാവും. സപ്പോസ് നമ്മളിവിടെ R2 എന്ന് പറയുന്ന വാല്യൂ സപ്പോസ് നമ്മളതിനെ വേറൊരു ഫാക്ടറായി വെച്ചിട്ടുണ്ടെങ്കിൽ ആ റേഷ്യോക്ക് അനുസരിച്ചിട്ടായിരിക്കും V2 എന്ന് പറയുന്ന വോൾട്ടേജ് ഇവിടെ ആംപ്ലിഫൈ ചെയ്യുന്ന ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കേസ് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ ഒരു കുറേ നമ്പേഴ്സിനെ ആഡ് ചെയ്യണമെങ്കിൽ ബൈ യൂസിങ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് we can use this method of summing amplifiers.
ഇപ്പോൾ ഈ ഒരു കേസ് അനാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി സപ്പോസ് നമ്മൾ എടുക്കുന്നത് സപ്പോസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റർ R1 ഈസ് I1, ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ R2 ഈസ് I2 ആൻഡ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ R3 ഈസ് I3 എന്ന് എടുത്തു കഴിഞ്ഞാൽ വി നോ ദാറ്റ് ദ ടോട്ടൽ കറണ്ട് ഹിയർ ദാറ്റ് ഈസ് ദ കറണ്ട് ഹിയർ വിൽ ബി ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3 എന്നുള്ള കറണ്ട് ആയിരിക്കും നമുക്ക് ടോട്ടൽ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത്. Total input current will be equal to I1 plus I2 plus I3 and In we know it is always equal to IF ആയിരിക്കും. സോ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഒരു എക്സ്പ്രഷൻ കണ്ടു നോക്കാം. സോ In is equal to IF എന്ന് പറയുന്നതുകൊണ്ട് IF will be equal to I1 plus I2 plus I3 എന്ന് പറയുന്ന എക്സ്പ്രഷൻ നമുക്ക് എഴുതാൻ പറ്റും. Now the output voltage will be equal to output voltage in the expression എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is minus IF into RF ആണ് because the output is applied input is applied across the inverting terminal ആണ്. So it is equal to minus RF into I1 plus I2 plus I3. So that is the expression for the output voltage. So that is equal to minus RF you can take outside. V1 means it is V1 divided by R1. I2 is V2 divided by R2 and I3 is V3 divided by R3 ആണ്. So if R1 equal to R2 equal to R3 equal to R എല്ലാം സെയിം വാല്യൂ ആണെങ്കിൽ വി ഔട്ട് വിൽ ബി ഈക്വൽ ടു ഈ എല്ലാ കേസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം കോമൺ ആയിട്ട് R ഔട്ട്സൈഡ് എടുത്തു. സോ ഇറ്റ് ഈസ് മൈനസ് RF ഡിവൈഡഡ് ബൈ R ഇൻറ്റു V1 പ്ലസ് V2 പ്ലസ് V3 എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് സപ്പോസ് നമ്മൾ RFും 1 ആക്കി വെച്ച് കഴിഞ്ഞാൽ RF ബൈ R എന്നുള്ള റേഷ്യോ 1 ആക്കി വെച്ചാൽ അല്ലെങ്കിൽ RF is also equal to R എന്ന് എടുത്തു കഴിഞ്ഞാൽ then in that case Vout is nothing but the negative of V1 plus V2 plus V3 എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. So this circuit is suitable for adding different types of voltages. So the conclusion of this is that the output voltage in this case will be equal to minus RF by R into V1 plus V2 plus V3. So the output voltage is the sum of input voltages multiplied by a scale factor RF by RI. As an example for this, you can see three voltages, 0.6 volt, minus 1.5 volt and 2 volt are applied to the three input resistors of a summing amplifier. The output resistors are 100k, 200k, the input resistors are 100k, then 200k, 300k respectively. And if the feedback resistor is 400k, find the output voltage. So all cases are given, that is RF is 400k, then R1 100, R2 200 and R3 is equal to 300k. So we can take the voltages, first voltages is 0.6 volt, V2 is minus 1.5 and V3 is equal to 2 volt. Now we can substitute this in the expression for Vout. So Vout will be equal to minus RF into V1 by R1 plus V2 by R2 plus V3 by R3. So we can substitute the values and we can see that and the value obtained is found to be Vout is equal to minus 400k into 0.6 by 100 minus 1.5 by 200 plus 2 volt divided by 300k. So in all these case it can becomes in millivoltന്റെ ഓർഡറിലേക്ക് മാറ്റാം അല്ലെങ്കിൽ സാധാ വോൾട്ടിൻ്റെ ഓർഡറിൽ തന്നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വണ്ണിൻ്റെ വാല്യൂ 0.006 കിട്ടും, സെക്കൻഡ് വൺ ഈസ് മൈനസ് 0.0075 ആൻഡ് തേർഡ് വണ്ണിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.0067. അപ്പോൾ ഇത് ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ വാല്യൂ വിൽ ബി ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി 2.08 വോൾട്ട് എന്ന് വരും. സോ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ പോസിറ്റീവാണ് ബിക്കോസ് ഓരോ വോൾട്ടേജും എന്തായിട്ടുണ്ട്, ചില വോൾട്ടേജ് പ്ലസും ചില വോൾട്ടേജ് മൈനസും. നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് പോസിറ്റീവ് നമുക്ക് നെഗറ്റീവ് കിട്ടണമെങ്കിൽ ഓൾ ദ വോൾട്ടേജ് അപ്ലൈഡ് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് ഷുഡ് ബി പ്ലസ് വോൾട്ട് ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എല്ലാം മൈനസ് കിട്ടും. ഇവിടെ ആൾട്ടർനേറ്റ് പ്ലസും മൈനസും വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി വാല്യൂ ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ് വിച്ച് വി ഹാവ് അപ്ലൈഡ്. So that is about the inverting amplifier and the summing amplifiers. Okay.